അഞ്ജുന്റെ സഹോദരി ഭർത്താവ് ജിതിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. കണ്ടതെന്ന് നമുക്കറിയാം. 71 ദിവസമായി അർജുനെ കാണാനായിട്ട്. എന്താ പറയാനുള്ളത്? അവസാനം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് അല്ലേ? അവനെ വേണ്ടിട്ട് അവസാനം വരെ പോരാടുന്നില്ലേ? ഇപ്പം എല്ലാവർക്കുള്ള ഒരു ഉത്തരം തന്നെയാണ് ഇപ്പം ലഭിച്ചിരിക്കുന്നത്. വണ്ടി ലഭിച്ചു കഴിഞ്ഞു. എല്ലാ വിവാദങ്ങൾക്കുള്ള ഒരു ഉത്തരം തന്നെയാണ്. കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അർജുൻ തിരിച്ചു വരില്ല എന്നുള്ളത് ഞങ്ങൾ കരുതിയത് തന്നെയായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് ഞങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. വീട്ടിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ഇത്. അഞ്ജു എല്ലാവരും ഓഫീസിലാണുള്ളത്. എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ സംസാരിച്ചിട്ട് പറഞ്ഞു. വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവും. അവർ TV കാണുന്നുണ്ടാവും. ഞാൻ വിളിച്ചിരുന്നു. എല്ലാവരും ബിസിയാണ്. അപ്പൊ അതിനർത്ഥം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇത്തരത്തിൽ ലോറിയുടെ ഭാഗം കണ്ടെത്തിയെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അറിയിപ്പ് നേരത്തെ കിട്ടിയിരുന്നു? മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ലോഹഭാഗം കണ്ടെത്തി? ഇല്ല, അങ്ങനെ അറിയിപ്പൊന്നും ഇന്ന് രാവിലെ ഒരറിയിപ്പ് കിട്ടിയത് മാത്രമേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ കുടുംബത്തിന്റെ പ്രതികരണമാണ് കേൾക്കുന്നത്. നമ്മൾ അതിവൈകാരികമായ നിമിഷങ്ങളാണ്. 72-ാം ദിവസം ഈ അപകടം നടന്ന് 72-ാമത്തെ ദിവസം എത്തുമ്പോഴാണ് ഈ ലോറി എങ്ങാവലിപ്പുഴയുടെ ആഴങ്ങളിൽ നിന്നും ഡ്രഡ്ജർ സംവിധാനം ഉപയോഗിച്ച് പൊക്കിയെടുക്കുന്നത്. ആ ഭാരത് ബെൻസിന്റെ ഇപ്പോഴത്തെ രൂപമാണ് അതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പൊക്കിയെടുത്ത ശേഷമുള്ള രൂപം പൂർണ്ണമായും ഇനി അത് കരയ്ക്ക് എത്തിച്ചാൽ മാത്രമേ അർജുന്റെ ബോഡി അതിലുണ്ടോ എന്ന സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ.